ഹായ് ഗൈസ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങൾ ശ്രീഹരി നോട്ട് എന്ന സീരീസിൻ്റെ പുതിയ ഒരു വീഡിയോ ആയിട്ട് പിന്നെയും വന്നിരിക്കുകയാണ്. സോ എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സിനിമയുടെ പേരാണ് ഉന്മാദം. കുഞ്ചാക്കോ ബോബൻ, ലിജുമോൾ ജോസ്, പിന്നെ അങ്ങനെ അവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കിരൺ ദാസ് ഡയറക്റ്റ് ചെയ്ത ഷാഹി കബീർ എഴുതിയ സിനിമയാണ് ഉന്മാദം. ഈ സിനിമ കാണാൻ പോകാനുള്ള രണ്ട് റീസൺ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഷാഹി കബീർ, രണ്ട് കുഞ്ചാക്കോ ബോബൻ. കുഞ്ചാക്കോ ബോബൻ എനിക്ക് തോന്നുന്നു ഒരു ആക്ടർ എന്ന നിലയിൽ പുള്ളിയുടെ പീക്ക് ലെവലിലാണ് പുള്ളി ഇപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറയുന്ന സിനിമ, അത് എനിക്ക് ഭയങ്കര ഒരു വട്ട സിനിമയായിട്ടാണ് തോന്നിയത്. എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവാതെ പോയ, അൺഫോർച്ചുനേറ്റ്ലി കണക്റ്റ് ആവാതെ പോയൊരു സിനിമയാണ്. പക്ഷെ എന്നാൽ പോലും അതിനകത്ത് കുഞ്ചാക്കോ ബോബൻ്റെ പെർഫോമൻസ്, പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ കിടിലമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ കമ്മിങ് ബാക്ക് ടു ഉന്മാദം, ഒരു കേസ് ഫയല് എനിക്കൊന്ന് 5 വർഷത്തിന് മുമ്പുള്ളൊരു ഒരു കഥയാണെന്ന് പറയുന്നത്. 5-6 വർഷത്തിന് മുന്നേ, കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു പെൺകുട്ടിയുടെ കൊലപാതകം, അല്ലെങ്കിൽ ആ പെൺകുട്ടി മരിച്ചത്, അതിൻ്റെ എഫ് ഐ ആർ ക്ലോസ് ചെയ്തു 6 വർഷം മുന്നേ. പക്ഷെ ആ എഫ് ഐ ആർ തൊടുന്ന ആരാണോ അവർക്ക് ഭയങ്കര അപകടങ്ങളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു കേസ് ഫയല് കുഞ്ചാക്കോ ബോബൻ ആ സ്റ്റേഷനിൽ വരികയും ആ പുള്ളി കണക്റ്റ് ആവുകയും എങ്ങനെ പുള്ളിയുടെ ലൈഫിൽ അതൊന്ന് എഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുള്ളി എന്താണ് അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്നതെന്നൊക്കെയുള്ളതാണ് സിനിമ. ഇതൊരു സൂപ്പർ നാച്ചുറൽ സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു വൃത്തിയുള്ള ഒരു സിനിമയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയ, സാധാരണ ഇതേപോലുള്ള സിനിമകൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഫ്ലാറ്റായി പോയതുപോലെ എനിക്ക് തോന്നി. ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്, ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ഫ്ലാറ്റായിട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രഡിക്റ്റബിലിറ്റി വന്നോ എന്ന് എനിക്ക് തോന്നി സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് വാസ് മൈൻഡ് ബ്ലോയിങ്. അത് ആ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് ആ ഒരു എറി മൂഡുണ്ടല്ലോ, ഇതേപോലൊരു സിനിമ, അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ പ്ലസ് ഹൊറർ, അതൊരു പോലീസുകാരൻ ഫീൽ ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ ആയിരിക്കും, ഒരു പോലീസ് സ്റ്റേഷനിലാകുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള ആ ഒരു ഈറി അല്ലെങ്കിൽ ഒരു ക്രീപ്പി അറ്റ്മോസ്ഫിയർ നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്തു ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നത് നമ്മൾ അറിയത്തില്ല, കാരണം ഫസ്റ്റ് ഹാഫ് പോകുന്നത് അറിയത്തില്ല. അതേപോലെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് കുഞ്ചാക്കോ ബോബൻ തകർത്തിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബൻ കൂളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു പേരാണ് ലിജുമോൾ ജോസ്. പുള്ളിക്കാരി ചെയ്തിരിക്കുന്ന ക്യാരക്ടർ നമുക്ക് ചിലപ്പോൾ തോന്നും കുഞ്ചാക്കോ ബോബന് ഇഷ്ടമല്ലെന്ന്. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ് അത്രയും ദേഷ്യപ്പെടുന്നതാണെങ്കിലും പുള്ളിക്കാരനെ കുറ്റം പറയുന്നതാണെങ്കിലും വഴക്ക് പറയുന്നതാണെങ്കിലും നമുക്ക് പിന്നെ തോന്നും. കാരണം ആ രീതിയിലാണ് ആ 2 ലെയറും പുള്ളിക്കാരി ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. അത് ഏറ്റവും നല്ല രസമായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് ആരും അങ്ങനെ ഒരു സപ്പോർട്ടിങ് ആക്ടർ പോലും ഭയങ്കര ഒരു കല്ലേടി അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവരും നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ക്രൈം ത്രില്ലർ, ഒരു സൂപ്പർ നാച്ചുറൽ ക്രൈം ത്രില്ലർ വിത്ത് ഒരു സൈക്കോളജിക്കൽ, അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ക്രൈം ത്രില്ലർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഉന്മാദം. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു വയ്ക്കാം. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ആയിരുന്നു എന്നും പറഞ്ഞു വയ്ക്കാം. എന്നാൽ ഇത് വേണമെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ത്രില്ലർ ആയിരുന്നു എന്നും പറഞ്ഞു വയ്ക്കാം. ഈ 2 രീതിയിലും വേണമെങ്കിൽ നമുക്ക് അടിവര ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു ക്ലൈമാക്സും ആണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിനുവേണ്ടി അവരത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് ക്യാമിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ രസമായിട്ടുണ്ട്. അത് നല്ല രീതിക്ക് വന്നിട്ടുമുണ്ട്. സോ മൊത്തത്തിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഒരു ക്രൈം ത്രില്ലർ. പക്ഷെ ഇഫ് യു ആസ്ക് മീ, ഇപ്പം ഒരു ഓഫീസർ ഓൺ ഡ്യൂട്ടി ലെവലോ, അല്ലെങ്കിൽ അത് ഭയങ്കര ഡാർക്കാണ് അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ. അതുപോലൊന്നും അല്ല ഇത്. അങ്ങനത്തെ ഡാർക്ക് ക്ലൈമാക്സോ അങ്ങനെയൊന്നുമല്ല. ഇതൊരു ക്രൈം ത്രില്ലറാണ്. ലാസ്റ്റ് ആരാണ് കൊലപാതകി എന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ചെറിയ ട്വിസ്റ്റൊക്കെ ഉള്ള, അങ്ങനത്തെ ഒരു കുഞ്ഞു ട്വിസ്റ്റൊക്കെ ഉള്ളൊരു സിനിമയാണ്.
പക്ഷെ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്ക് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിപ്പോയോ എന്ന് എനിക്കൊരു തോന്നൽ വന്നു. സോ അതൊന്ന് ഒന്ന് ഒന്ന് ആ ഒരു സെക്കൻഡ് ഹാഫും കൂടി ഒന്ന് ക്രിസ്പ് ആക്കിയായിരുന്നെങ്കിൽ കിടിലം പടമായിരുന്നു. ഇപ്പം നല്ല പടം തന്നെയാണ്, എനിക്കിഷ്ടപ്പെട്ടു സിനിമ. സോ നിങ്ങൾ ആ ഒരു ക്രൈം ത്രില്ലർ, ഒരു ഹൊറർ ക്രൈം ത്രില്ലർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ജോണറിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കുഞ്ചാക്കോ ഓവൻ, ലിജോമോൾ ജോസ്, അവരുടെ പെർഫോമൻസസ് കിടിലമാണ്, കുഞ്ഞുങ്ങളുടെ പെർഫോമൻസസ് കിടിലമാണ്. പിന്നെ ഇതിനകത്ത് എല്ലാവരും കിടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് അതാ പറഞ്ഞത്, ആ ഒരു സ്റ്റോറിയിലോട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു എന്താ പറയുന്നത്, കുറച്ചുകൂടി ഒന്ന് ഇതാക്കായിരുന്നു എന്നൊരു തോന്നലേ ഉള്ളൂ. പക്ഷെ മൊത്തത്തിൽ സിനിമ കൊള്ളാം. ആക്ച്വലി കിരൺദാസ് എഡിറ്ററാണ്. ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തൊണ്ടി മുതൽ ദൃക്സാക്ഷി, എനിക്കൊന്ന് പാവാവ, ആ സിനിമയൊക്കെ പുള്ളി എഡിറ്ററാണ്. പുള്ളിയുടെ ഫിലിമോഗ്രാഫി പുള്ളിയൊരു എഡിറ്ററാണ്. സോ പുള്ളിയുടെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡയറക്ടോറിയൽ സിനിമയാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.